സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ന് നമ്മുടെ വചന വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ലോകചരിത്രം കേട്ട ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈടുറ്റതുമായ പ്രബോധനമാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രബോധനങ്ങൾ. ഇന്നത്തെ സുവിശേഷം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് അതിൻ്റെ 2-ാമത്തെ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത്ര നേരം ഈശോ പറഞ്ഞ ആ പ്രബോധനങ്ങൾ കേട്ട് മനസ്സരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആ മനുഷ്യൻ പാറമേൽ ഉറപ്പുള്ള ഭവനം പണിത മനുഷ്യന് തുല്യനാകൂ എന്ന് യേശു സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഈശോ പറയുകയുണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ, കർത്താവേ കർത്താവേ എന്ന് നിരന്തരം വിളിച്ചപേക്ഷിക്കുന്ന ഫരിസേയരുടെയും യഹൂദരുടെയും ആന്തരികമായ വികൃതമായ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് ഈശോ ഇവിടെ തുറന്നു കാണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൽ പ്രാർത്ഥന എന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, യഹൂദരും ഫരിസേയരും സിനഗോഗുകളിലും തെരുവീഥികളിലും തങ്ങൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അതിഭാഷണം വഴി ദൈവത്തിൻ്റെ നാമം ഒരുപാട് ഉച്ചരിച്ചുകൊണ്ട് തങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുന്നവരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഈശോ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ടാണ് പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന്. ഈ ഫരിസേയരും യഹൂദരും നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സാധാരണ ആളുകളെ, പാവപ്പെട്ടവരെയും അശരണരെയും അവരുടെ ആവശ്യകതയിൽ സംരക്ഷിക്കാതെ പകരം അവരുടെ ജീവിതത്തിൽ കൂടുതൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമത്തിൻ്റെ കുരുക്കുകളിലേക്ക് തള്ളിവിടുമ്പോൾ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നല്ല വശങ്ങളെ, അതിൻ്റെ ഹൃദയഭാഗത്തെ ആളുകൾ, ഈ നിയമജർ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇവിടെയാണ് ഈശോ ഇതിനൊരു തിരുത്തൽ നൽകുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ശ്രേഷ്ഠരെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥനയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴി എന്ന് ഈശോ വ്യക്തമാക്കി പറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് ഈ സുവിശേഷം പരിശോധിക്കുമ്പോൾ, നല്ല വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാവർത്തികമാക്കുന്നവർ പാറമേൽ ഭവനം പണിത മനുഷ്യന് സദൃശമാണ് എന്ന്. എന്നാൽ ഈ വചനം കേട്ട് അനുസരിക്കാത്തവർ മണൽപ്പുറത്ത് ഭവനം പണിതവന് സദൃശമാണ്. അവിടെ പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാക്കുമ്പോൾ അത് നിലം പതിക്കുകയാണ് ചെയ്യുന്നത്. പേമാരിയും കൊടുങ്കാറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അലട്ടി വരുന്ന പ്രലോഭനങ്ങളും പ്രതിസന്ധികളാണ്. നമ്മുടെ ഭവനത്തിന്, നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പില്ലെങ്കിൽ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആ മണൽപ്പുറത്ത് പണിത ഭവനം പോലെ നിലം പതിക്കുവാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രായോഗിക ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളൊരു പക്ഷേ മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകുന്നവരായിരിക്കാം, പ്രാർത്ഥനകളും നൊവേനകളിലും സംബന്ധിക്കുന്നവരായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പില്ല എന്ന് പറയുന്നു. നമ്മൾ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. 1 മണിക്കൂർ ആരാധനയിലോ വിശുദ്ധ കുർബാനയിലോ സംബന്ധിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന, ഒരു സഹായത്തിന് വേണ്ടിയിട്ട് കൈനീട്ടാവുന്ന ആളിനെ കാണാതെ മറ്റു വഴിക്ക് തിരിഞ്ഞു പോകുമ്പോൾ
ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ഈ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വലിയ പ്രചോദനം ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുമ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന ആ ഒരു ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.